ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് അഥവാ തൊടുവരകളുടെ 3ാമത്തെ പാർട്ടാണ്. അതായത് ടാൻജൻസ് ആൻഡ് ആംഗിൾസ് അഥവാ തൊടുവരകളും കോണുകളും എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും നമ്മൾ എന്താണ് ടാൻജന്റ് എന്നും അതിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് വരയ്ക്കാനുള്ള ഒരു ഭാഗം പഠിച്ചു. പിന്നെ 2 പ്രൂവ് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ 2 റേഡിയസ് വരച്ചിട്ടുണ്ട്, ഒ ബിയും ഒ എയും. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആംഗിള് ഫോം ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആംഗിൾ എടുക്കുക. ഇനി ഞാനിവിടെ എ എന്ന പോയിന്റിൽ കൂടെയും ബി എന്ന പോയിന്റിൽ കൂടെയും 2 ടാൻജൻസ് വരയ്ക്കാൻ പോവാം. ആ 2 ടാൻജൻസും മീറ്റ് ചെയ്ത പോയിന്റ് ആണ് സി. ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താണ്? റേഡിയസും ടാൻജന്റും തമ്മിൽ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 2 ആംഗിൾസും 90 ഡിഗ്രി വെച്ചാണ്. ഇനി ഈ ഒ എ സി ബി അതൊരു ക്വാഡ്രിലാറ്ററൽ ആണല്ലോ, 4 സൈഡഡ് ഫിഗർ ആണ്, അതുകൊണ്ട് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം, അതായത് ബിയിൽ 90 ഡിഗ്രി ആണ്, എയിലും 90 ഡിഗ്രി ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആണ് അല്ലെ. അപ്പോൾ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ. ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ആയതുകൊണ്ട് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, അഥവാ ചക്രീയ ചതുർഭുജമാണ്. ഇനി എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം? അതായത് ഈ 4 വേർട്ടിസസ്, ഒ ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്, ബി ഉണ്ട്. ആ 4 വേർട്ടിസസും ഒരു സർക്കിളിൽ കിടക്കും. അതിനാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞത്. അപ്പൊ എയും ബിയും കൂടെ ആഡ് ചെയ്തപ്പോൾ 180 കിട്ടിയാൽ അതേപോലെ തന്നെയല്ലേ ഒയും സിയും കൂടെ ആഡ് ചെയ്താലും 180 കിട്ടുകയല്ലേ. ആംഗിൾ ഒ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഇനിയുള്ള നമ്മുടെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അതായത് സർക്കിളിന്റെ സെൻട്രലുള്ള ആംഗിളും 2 പോയിന്റ്സ്, സർക്കിളിലെ 2 പോയിന്റ്സിൽ കൂടെ വരയ്ക്കുന്ന ടാൻജൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആയിരിക്കും. അതായത് ഇവിടെ 60 ആണെങ്കിൽ, ഈ ആംഗിൾ സി എത്ര വരും? 120 വരും. ഇനി ഇവിടെ 50 ആണെങ്കിലോ? ഇവിടെ 50 ആണെങ്കിൽ ആംഗിൾ സി എത്ര വരും? 130 വരും. മനസ്സിലായോ? ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്: ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എക്സാക്ട്ലി കവറിങ് എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തെ കറക്റ്റ് പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. സമഭുജ ത്രികോണം എന്ന് പറയുമ്പോഴേ ഓർക്കേണ്ടത് എന്താണ്? ഒരു സമഭുജ ത്രികോണം അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. സൈഡ് ലെങ്ത് ഒന്നും തന്നിട്ടില്ല, പക്ഷെ ആംഗിൾ മാറുകയല്ല, 60 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ. ഇത് 3ഉം 60 ഡിഗ്രിയാണ്. ഇതിനെ കറക്റ്റ് ഇതിന്റെ അകത്ത് വരുന്ന സർക്കിൾ ആയിരിക്കണം. അതായത് ഇങ്ങനെ സർക്കിള് നമുക്ക് വരയ്ക്കണം. ഇങ്ങനെ സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ഇവിടെ റേഡിയസ് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ് അല്ലെ. ഇപ്പം നമ്മൾ പഠിച്ച ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പൊ ഇവിടെ നമുക്കറിയാം പെർപെൻഡിക്കുലർ ആണ്, റേഡിയസും ടാൻജന്റും പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ പുറത്ത് 60 ഡിഗ്രി ആണ്. അതായത് സിയുടെ അവിടെ 60 ആണെങ്കിൽ ഈ അകത്ത് സെന്ററിൽ എത്ര വരും? 120 വരും അല്ലെ. അപ്പൊ ഇവിടെ പുറത്ത് 60 ആണെങ്കിൽ ഈ സെന്ററിൽ എന്ത് വരും? 120 വരും. അതേപോലെ തന്നെയാണല്ലോ ഇങ്ങോട്ടും അല്ലെ. ഇവിടെയും എന്ത് വരും? 120 വരും. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ വരയ്ക്കുന്നത്? ആദ്യം 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിള് വരയ്ക്കും. എന്നിട്ട് ഇവിടെ എത്ര? 120 ഡിഗ്രി ആംഗിൾ ക്രിയേറ്റ് ചെയ്യും പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ഈ 3 സെന്റിമീറ്റർ തന്നെയല്ലേ ഇവിടെയും കട്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വീണ്ടും 120 വരയ്ക്കുക. അപ്പൊ അവിടെയും 3 സെന്റിമീറ്റർ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചാൽ പോരെ. സർക്കിൾ വരച്ചിട്ട് ഇവിടെ ടാൻജൻസ്, ഈ 3 ടാൻജൻസ് നമ്മൾ വരയ്ക്കുക. ടാൻജൻസ് വരയ്ക്കുമ്പോൾ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. നമുക്കത് വരച്ചു നോക്കാം. 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആദ്യം വരയ്ക്കണം. അപ്പൊ ആദ്യം നമുക്ക് 3 സെന്റിമീറ്റർ വരയ്ക്കാം. സർക്കിൾ വരച്ചു. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സർക്കിളിന്റെ സെന്ററിൽ 120 ഡിഗ്രി വരയ്ക്കണം.
പ്രൊട്രാക്ടർ യൂസ് ചെയ്യുക. ഇപ്പോൾ റേഡിയസ് വരച്ചത് പ്രൊട്രാക്ടറിന്റെ ബേസ് ലൈനിൽ വെച്ചുകൊണ്ട് 0, 10, 20, 30, 40, 50, 60, 70, 120 അത് മാർക്ക് ചെയ്യുക. ജോയിൻ ചെയ്യുക. നമുക്ക് ആ ഫുൾ വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് സർക്കിളിൽ നിന്നാൽ മതി. അപ്പോൾ ഈ ആംഗിൾ മെഷറാണ് 120 ഡിഗ്രി. ഇനി അടുത്ത 120 നമുക്ക് അതേം തന്നെ മാർക്ക് ചെയ്യാം. കണ്ടോ, ഈ റേഡിയസിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത് പ്രൊട്രാക്ടറിന്റെ ബേസ് ലൈൻ. അവിടുത്തെ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, 120 വരെ എടുക്കുക. 0, 10, 20, 30 അങ്ങനെ 120 മാർക്ക് ചെയ്യുക. അത് 120 ഡിഗ്രിയാണ്. ഇനി നമുക്ക് 3 പോയിന്റ്സും കിട്ടി, സർക്കിളിലെ 3 പോയിന്റ്സും കിട്ടി. ആ 3 പോയിന്റ്സിലും ടാൻജൻസ് ആണ് വരയ്ക്കേണ്ടത്. അതിന് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുക. ഇനി സെറ്റ് സ്ക്വയർ കൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡ്, അതായത് സെറ്റ് സ്ക്വയറും സ്കെയിലും കൂടെ വെച്ചിട്ട് വരച്ച് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിരുന്നു ഏത് പോയിന്റിലാണോ ടാൻജന്റ് വരയ്ക്കേണ്ടത് ആ പോയിന്റ് ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ കോർണറിൽ വരണം. കണ്ടോ, റേഡിയസ് ഒരു സൈഡിലും നമുക്ക് വരയ്ക്കേണ്ട ടാൻജന്റ് മറ്റേ സൈഡിലും നിൽക്കണം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ടച്ച് ചെയ്ത് കറക്റ്റ് കിട്ടുന്നില്ല എങ്കിൽ സ്കെയിലും കൂടെ അതിലോട്ട് ചേർത്ത് വെക്കുക. അതായത് സെറ്റ് സ്ക്വയറിന്റെ ആ സൈഡ് സ്കെയിലിൽ ചേർന്നിരിക്കണം. കണ്ടോ, ഇങ്ങനെ ചേർന്നിരിക്കണം. എന്നിട്ട് സ്കെയിലിൽ പിടിച്ചിട്ട് സെറ്റ് സ്ക്വയർ മാറ്റിയിട്ട് വരച്ചാലും മതി. കാണിച്ചു തരാം. ഉണ്ടോ, സ്കെയിലിൽ മുറുക്കെ പിടിക്കുക, എന്നിട്ട് സെറ്റ് സ്ക്വയർ മാറ്റുക, എന്നിട്ട് ടാൻജന്റ് വരയ്ക്കുക. അപ്പം നമുക്ക് സാധാരണ വരയ്ക്കുന്ന പോലെ വരയ്ക്കാം. കണ്ടോ, ഇനി അതേപോലെ ഈ എൻഡ് പോയിന്റിലും ഈ എൻഡ് പോയിന്റിലും വരയ്ക്കണം. ഇതാ ഇങ്ങനെ ചേർത്ത് വെക്കുക, സെറ്റ് സ്ക്വയർ മാറ്റുക, എന്നിട്ട് സ്കെയിൽ കൊണ്ട് വരച്ചാൽ മതി. അപ്പം നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും, കാരണം സെൻറ്ററിൽ ഉണ്ടാക്കുന്ന 120, അപ്പോൾ പുറത്തുണ്ടാക്കുന്ന ഈ 2 ടാൻജൻസ് ജോയിൻ ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ കിട്ടുന്നത് 60 ആയിരിക്കും, കാരണം 120 + 60 ആണ് 180. ഇപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് പേജ് നമ്പർ 168 ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ചോദ്യം ഏതാണ്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റേഴ്സ്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. അപ്പൊ നേരത്തെ നമ്മൾ വരച്ചത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ആംഗിൾസിന്റെ മെഷർ ഒന്നും തരികയല്ല, എല്ലാം 60 ഡിഗ്രിയാണെന്നറിയാം. പക്ഷെ ഇവിടെ ആംഗിൾസിന്റെ മെഷർ തന്നിട്ടുണ്ട് 40, 60, 80. അപ്പൊ നമുക്ക് ഇതിന്റെ റഫ് ഫിഗർ ഒന്ന് നമുക്ക് വരച്ചു നോക്കാം. അപ്പൊ ആ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ആണ് 40, 60, 80. അപ്പോൾ ഇവിടെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എത്രയൊക്കെ വീതം വരും? ഇവിടെ 60 ആവുമ്പോൾ ഇവിടെ എത്ര വരും? 120 ഡിഗ്രി വരും. ഇനി ഇവിടെ 40 ആയതുകൊണ്ട് ഇവിടെ എത്ര വരും? 140 ഡിഗ്രി. ഇവിടെയോ 80 ആയതുകൊണ്ട് 100 ഡിഗ്രി. മനസ്സിലായോ? ഏതെങ്കിലും 2 വരച്ചാൽ മതി, മൂന്നാമത്തെ കറക്റ്റ് ആയിട്ട് വന്നോളും. അപ്പൊ ഇവിടെ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 2.5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഈ മെഷേഴ്സ് കിട്ടിയത് മനസ്സിലായല്ലോ, കാരണം നമ്മൾ സെന്ററിലുള്ള ആംഗിൾസ് ആണ് മാർക്ക് ചെയ്ത് വരയ്ക്കുമ്പം പുറത്തെ ആംഗിൾസ് കറക്റ്റ് ആയിട്ട് വന്നോളും. അപ്പൊ ആദ്യം നമുക്ക് 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാം. സർക്കിൾ കിട്ടിയല്ലോ. ഇനി ഇതിലേതെങ്കിലും ഒരു ആംഗിൾ നമുക്ക് ആദ്യം വരയ്ക്കാം. 100 ഉണ്ട്, 120 ഉണ്ട്, 140 ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് 100 എടുക്കാം. ഈ 0 ആണ്, ഈ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 100 ഡിഗ്രി മാർക്ക് ചെയ്തല്ലോ. ഇനി നമുക്ക് 120 എടുക്കാം. ഏതെങ്കിലും 2 ആംഗിൾസ് മതി. കണ്ടോ, ആ റേഡിയസ് ആണ് ഇവിടെ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ അവിടുത്തെ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 120 120ക്ക് നേരെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ 3 പോയിന്റ്സിലും ടാൻജൻസ് വരയ്ക്കണം.
അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടി. ഇവിടെ 100 വന്നപ്പോൾ ഇവിടെ എത്ര വന്നു? 80. ലാസ്റ്റ് മെഷർ എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതുക. 100 + 80 ആണ് 180. 120 + 60 ആണ് 180. അപ്പോൾ ഇവിടെ ഇതാണ് 60 ഡിഗ്രി. അതുപോലെ ഇവിടെ 140 വരും. 140 + 40 ആണ് 180. ക്ലിയർ ആയോ? അപ്പോൾ സ്റ്റെപ്സ് എങ്ങനെ എഴുതാം? സ്റ്റെപ്സ് എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല, പക്ഷേ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്സ് തരുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ. രണ്ടാമത്തെ സ്റ്റെപ്പ് 100 ഡിഗ്രിയും 120 ഡിഗ്രിയും കൺസ്ട്രക്ട് ചെയ്യണം. ഞാൻ ഷോർട്ടായിട്ടാണ് എഴുതുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ 3 പോയിന്റ്സിലും ടാൻജൻസ് വരയ്ക്കുക. ടാൻജൻസ് വരച്ചിട്ട് ആ ട്രയാങ്കിളിനെ കംപ്ലീറ്റ് ചെയ്യുക. അതായത് കംപ്ലീറ്റ് ചെയ്ത് ജോയിൻ ചെയ്തതിന് ശേഷം ആംഗിൾസും കറക്റ്റായിട്ട് എഴുതുക. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ചോദ്യങ്ങൾ ചെയ്യാം.